ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വലിയൊരു കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സ്ട്രൈക്കറുടെ സൈനിങ് അനൗൺസ്മെൻറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്താണ് കൺഫേം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ കുറച്ച് മുമ്പായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അത് ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തുന്നത് ജീസസ് ഗിമിനസിനെ. ആ പുള്ളിയായിരിക്കും വരുന്ന സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മെയിൻ സ്ട്രൈക്കറായിട്ട് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ചില ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ സൈനുകൾ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ടുകൾ. എല്ലാവർക്കും അറിയാം, നമുക്ക് ആവശ്യമുണ്ട്, പല പൊസിഷനിലും നമുക്ക് പ്ലേയേഴ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യങ്ങൾ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാൻ. അപ്പോൾ വരും 48 മണിക്കൂറുകൾ വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള സമയം തന്നെയാണ്. പല ട്രാൻസ്ഫറുകളും പല ടിസ്റ്റുകളും പലതും സംഭവിക്കാം, പല മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലോണിലോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള പല ട്രാൻസ്ഫർ വാർത്തകളും നമുക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പല റൂമേഴ്സും വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന റിപ്പോർട്ടിൽ നിന്ന് 19 സ്റ്റോപ്പേജ് എന്നുള്ള പേജ് റിപ്പോർട്ട് ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FC-യുടെ 25 വയസ്സുകാരനായ നെംഗ്യാൽ ബൂട്ടിയെ സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് 25 വയസ്സുകാരനായ റൈറ്റ് ബാക്കാണ്. എല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു റൈറ്റ് വിങ് ആയാലും റൈറ്റ് ബാക്ക് ആയാലും റൈറ്റ് വിങ്ങറിൻ്റെയും പൊസിഷനിലൊക്കെ നമുക്ക് പ്ലേയേഴ്സിന് ആവശ്യമുണ്ട്. അവിടെ വളരെ വീക്കാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് സൈഡ്. അപ്പോൾ അവിടേക്ക് നെംഗ്യാൽ ബൂട്ടിയ റൈറ്റ് ബാക്കിലേക്ക് ഇങ്ങനൊരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. 2026 വരെ ബംഗളൂരു FC-യിൽ കരാറുണ്ട്. അപ്പോൾ പുള്ളിക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട്. വരുന്ന മണിക്കൂറുകൾ വളരെ ക്രൂഷ്യലാണെന്നാണ് ഇപ്പോൾ 90 സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൈനിങ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. എന്തായാലും ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. കഴിഞ്ഞ സീസണിലും അതിന് മുമ്പ് ഇപ്പോൾ 2-3 സീസണായിട്ടൊക്കെ തുടർച്ചയായിട്ട് ബംഗളൂരു FC-ക്ക് വേണ്ടി റൈറ്റ് ബാക്ക് പൊസിഷനിലും അതുപോലെ മിഡ്ഫീൽഡൊക്കെ കളിക്കാൻ കഴിയുന്ന താരമാണ്. അപ്പോൾ പുള്ളി കളിക്കുന്നുണ്ട്, അത്യാവശ്യം ഒരു നല്ലൊരു പ്ലെയറാണ്. അതുപോലെ തന്നെ മറ്റു ന്യൂസുകളൊക്കെ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ കുറേ റൂമേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഒരു റിലയബിൾ ആയിട്ടുള്ള നല്ലൊരു സോഴ്സിൽ നിന്ന് വന്നാൽ നമുക്ക് കൂടുതൽ വിശ്വസിക്കാൻ എന്തായാലും സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഏതോ ഷിലോങ് ലെജോങ്ങിൽ നിന്നൊക്കെ ഒരു മിഡ്ഫീൽഡർ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നെന്നുള്ള റൂമേഴ്സ് ഉണ്ട്. അതുപോലെ ഡെനി റോഡ്രിഗസിനെ സ്വന്തമാക്കാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് രംഗത്തുണ്ട്. ലോൺ കാലാവധിയിൽ ടീമിലെത്തിക്കാൻ വേണ്ടി രംഗത്തുണ്ട്. 37 വയസ്സുകാരനാണ്, ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്, നല്ലൊരു പ്ലെയറാണ്, ഇന്ത്യയിൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ പുള്ളി എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ള റൂമേഴ്സ് കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എത്രമാത്രം വിശ്വസിക്കാൻ കഴിയുന്നറിയില്ല. അതുപോലെ പിന്നെ ഫോറിൻ നിലയിലേക്ക് വരികയാണ്. ഇനിയും ഫോറിൻ പ്ലേയേഴ്സ് ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു പക്ഷേ വന്നേക്കാമെന്ന രീതിയിലും കേൾക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാമെ പെപ്രയെ ഓഫ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള താരത്തെ ലോണിലൊക്കെ വിട്ടേക്കാനും അതുപോലെ തന്നെ ജോഷു സൊട്ടീരിയെ ഓഫ്ലോഡ് ചെയ്യാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണ്. ഒരു ഫോറിൻ പ്ലെയറും കൂടി ബ്ലാസ്റ്റേഴ്സിലേക്ക് ചിലപ്പോൾ എത്തിയേക്കാം എന്ന രീതിയിലും ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ വലിയ വലിയ രീതിയിലുള്ള അപ്ഡേറ്റ്സും ട്രാൻസ്ഫർ അപ്ഡേറ്റ്സൊക്കെയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എത്രമാത്രം നടക്കും, ആരൊക്കെ ഇനി മാറും, എവിടെ നിന്നൊക്കെ സൈനികങ്ങൾ വരുമോ എന്നുള്ളതൊക്കെ ഈ വരും 48 മണിക്കൂർ എങ്ങനെയായാലും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെ ആയിരിക്കും ട്രാൻസ്ഫർ മാർക്കറ്റിൽ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയായാലും കണ്ടു തന്നെ അറിയാം. അപ്പോൾ വരട്ടെ, നമുക്ക് വീക്കായിട്ടുള്ള പൊസിഷനിലേക്ക് പ്ലേയേഴ്സ് വരട്ടെ, സെറ്റ് ആവണം. മിഡ്ഫീൽഡിലൊക്കെ നമുക്ക് പ്ലേയേഴ്സ് എത്തുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.